പ്രൈസ് ലോർഡ്. ബൈബിൾ ക്വിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ബൈബിളിൽ നിന്നും തിരഞ്ഞെടുത്ത പൊതുവായ ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും. ക്വസ്റ്റ്യൻ: ആരുടെ അമ്മയാണ് തൻ്റെ മകൻ്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടുകയില്ല എന്ന് നേർച്ച നേർന്നത്? ഉത്തരം ശമൂവേൽ. 1 ശമൂവേൽ 1:11. ക്വസ്റ്റ്യൻ: യോരാം രാജാവിൻ്റെ മകളുടെ പേരെന്ത്? ഉത്തരം യഹോശേബ. 2 രാജാക്കന്മാർ 11:2. ക്വസ്റ്റ്യൻ: യഹോയാക്കീം രാജാവിൻ്റെ യഥാർത്ഥ പേര്? ഉത്തരം എല്യാക്കീം. 2 ദിനവൃത്താന്തം 36:4. ക്വസ്റ്റ്യൻ: യേശു അപ്പത്തെക്കുറിച്ച് പരീക്ഷിച്ച് ചോദിച്ചത് ആരോട്? ഉത്തരം ഫിലിപ്പോസ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 6:5-6 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: സമാഗമന കൂടാരത്തിൽ വർഷാന്തര പ്രായശ്ചിത്തം നടത്തേണ്ട ഉപകരണം ഏത്? ഉത്തരം ധൂപപീഠത്തിൻ്റെ കൊമ്പ്. പുറപ്പാട് 30:10. ക്വസ്റ്റ്യൻ: ശിംശോൻ ദാഹിച്ചിട്ട് നിലവിളിച്ചപ്പോൾ ദൈവം വെള്ളം നൽകിയ കുഴിയുടെ പേര്? ഉത്തരം ഏൻ ഹക്കോരേ. ന്യായാധിപന്മാർ 15:19. ക്വസ്റ്റ്യൻ: സർവമഹീതലമോദം എന്ന് വിളിച്ചു വന്നിരുന്ന നഗരം ഏത്? ഉത്തരം യെരുശലേം. വിലാപങ്ങൾ 2:15. ക്വസ്റ്റ്യൻ: അഹശ്വേരോശ് രാജാവിൻ്റെ രണ്ടാമത്തെ അന്തഃപുര വിചാരണക്കാരൻ ആരായിരുന്നു? ഉത്തരം ഷയസ്ഗസ്. എസ്തേർ 2:14. ക്വസ്റ്റ്യൻ: യുദ്ധത്തിൽ മുറിവേറ്റപ്പോൾ ഇസ്രായേലിലേക്ക് ചികിത്സയ്ക്കായി പോയ രാജാവ്? ഉത്തരം യോരാം. 2 രാജാക്കന്മാർ 8:29. ക്വസ്റ്റ്യൻ: കടൽപ്പുറത്തെ മണലിനേക്കാൾ ഭാരമുള്ള വ്യസനം ഉണ്ടായിരുന്നത് ആർക്ക്? ഉത്തരം ഇയ്യോബ്. ഇയ്യോബ് 6:2. ക്വസ്റ്റ്യൻ: ആരുടെ പുത്രിമാരാണ് അപ്പൻ്റെ അവകാശം മോശയോട് ചോദിച്ചു വാങ്ങിയത്? ഉത്തരം സെലോഫഹാദ്. സംഖ്യാപുസ്തകം 27:1. ക്വസ്റ്റ്യൻ: യേശുവിൻ്റെ ജീവൻ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് പൗലോസ് ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നതെന്ത്? ഉത്തരം യേശുവിൻ്റെ മരണം. 2 കൊരിന്ത്യർ 4:10. ക്വസ്റ്റ്യൻ: കാറ്റടിച്ച് അലയുന്ന കടൽത്തിരയ്ക്ക് സമൻ ആര്? ഉത്തരം സംശയിക്കുന്നവൻ. യാക്കോബ് 1:6. ക്വസ്റ്റ്യൻ: കടലായി മാറിയ താഴ്വര ഏത്? ഉത്തരം സിദ്ദീൻ താഴ്വര. ഉൽപ്പത്തി 14:3. ക്വസ്റ്റ്യൻ: ഏലി പുരോഹിതൻ്റെ ആയുസ്സ് എത്ര? ഉത്തരം 98. 1 ശമൂവേൽ 4:15. ക്വസ്റ്റ്യൻ: വഴി നടന്ന് ക്ഷീണിച്ച യേശു ഇരുന്ന ഉറവ ഉള്ള പട്ടണം ഏത്? ഉത്തരം സുഖാർ. യോഹന്നാൻ 4:5. ക്വസ്റ്റ്യൻ: അബ്രഹാം മുതൽ യേശുക്രിസ്തു വരെ എത്ര തലമുറ ഉണ്ട്? ഉത്തരം 42. മത്തായി 1:17. ക്വസ്റ്റ്യൻ: ആദ്യം കനാൻ ദേശം ഒറ്റുനോക്കാനെടുത്ത ദിവസം എത്ര? ഉത്തരം 40. സംഖ്യ 13:25. ക്വസ്റ്റ്യൻ: ഏത് രാജാവിൻ്റെ കാലത്താണ് യെരുശലേം നിവാസികൾ ഭൂകമ്പം മൂലം ഓടിപ്പോയത്? ഉത്തരം ഉസിയാവ്. സക്കര്യാവ് 14:5.
ക്വസ്റ്റ്യൻ ബാൽ മുഖാന്തരം കുറ്റം ചെയ്തപ്പോൾ മരിച്ചുപോയതാര്? ഉത്തരം എഫ്രയീം. ഹോശേയ 13:1. ക്വസ്റ്റ്യൻ യോസേഫിൻ്റെ അസ്ഥികൾ അടക്കം ചെയ്ത സ്ഥലത്തിൻ്റെ വില എത്ര? ഉത്തരം 100 വെള്ളിക്കാശ്. യോശുവ 24:32. ക്വസ്റ്റ്യൻ മോശ ന്യായപ്രമാണങ്ങളെ വായിച്ച് കേൾപ്പിച്ച ശേഷം ആരെയെല്ലാമാണ് സാക്ഷിയാക്കി വയ്ക്കുന്നത്? ഉത്തരം ആകാശത്തെയും ഭൂമിയെയും. ആവർത്തന പുസ്തകം 31:28. ക്വസ്റ്റ്യൻ നമ്മൾ ആണ്ടുകൾ കൊടുക്കുവാൻ പാടില്ലാത്തത് ആർക്ക്? ഉത്തരം ക്രൂരന്. സദൃശവാക്യങ്ങൾ 5:9. ക്വസ്റ്റ്യൻ മിഥ്യാമൂർത്തികളുടെ ഉപദേശത്തെ എന്തിനോട് ഉപമിച്ചിരിക്കുന്നു? ഉത്തരം മരമുട്ടി. ഇരമ്യാവ് 10:8. ക്വസ്റ്റ്യൻ ഗോലിയാത്തിൻ്റെ സഹോദരൻ ആര്? ഉത്തരം ലഹ്മി. 1 ദിനവൃത്താന്തം 20:5. ക്വസ്റ്റ്യൻ ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം എന്ന് പറഞ്ഞത് ആര്? ഉത്തരം ദാവീദ്. സങ്കീർത്തനം 118:24. ക്വസ്റ്റ്യൻ എഫസോസിൽ വെച്ച് പൗലോസിനെ നല്ലവണ്ണം ശുശ്രൂഷിച്ചത് ആര്? ഉത്തരം ഒനേസിഫൊരോസ്. 2 തിമോഥെയോസ് 1:16-18 ക്വസ്റ്റ്യൻ പ്രഭുക്കന്മാർ കുഴിയിലിട്ട യിരെമ്യാ പ്രവാചകനെ രക്ഷപ്പെടുത്തിയ ഷണ്ഡൻ ആര്? ഉത്തരം ഏബദ് മേലക്ക്. യിരെമ്യാവ് 38:7-13. ക്വസ്റ്റ്യൻ യഹോവയത്രേ നിങ്ങളുടെ രാജാവ് എന്ന് ഇസ്രായേലിയരോട് പറഞ്ഞത് ആര്? ഉത്തരം ഗിദെയോൻ. ന്യായാധിപന്മാർ 8:23. ക്വസ്റ്റ്യൻ ദൈവത്തെ എളിയവരെ ആശ്വസിപ്പിക്കുന്ന ദൈവം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം പൗലോസ്. 2 കൊരിന്ത്യർ 7:6. താങ്ക്സ് ഫോർ വാച്ചിങ്.